ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് പഴയ മെഴുകുതിരി സ്റ്റാൻഡുകൾ, നിലവിളക്ക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് പഴക്കം ചെന്നതാണ്. പക്ഷേ ഇത് എത്ര പെട്ടെന്നാണ് ഈസി ആയിട്ട് നമുക്കിത് പുതുപുത്തനാക്കി വെട്ടിത്തിളങ്ങുന്നതാക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വെട്ടിത്തിളങ്ങുന്ന നിലവിളക്കുകളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരൊറ്റ സാധനമാണ്. ഇതിനെ നമ്മൾ ബ്രാസോ എന്ന് പറയും, അതായത് ലിക്വിഡ് പോളിഷാണ്. ഇത് MRP കൊടുത്തിരിക്കുന്നത് 66 രൂപയാണ്. പക്ഷേ എനിക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് നമുക്ക് ഒത്തിരി പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് കാണും കേട്ടോ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കോട്ടൺ വേസ്റ്റോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ കുറച്ച് ഇതുപോലെ ഈ ലിക്വിഡ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിലൊന്ന് ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പ്രതലത്തിലാണോ, അതായത് ഏത് നിലവിളക്കിലാണോ, മെഴുകുതിരി സ്റ്റാൻഡ് എവിടെയാണോ നമുക്ക് വൃത്തിയാക്കാനുള്ളത് അവിടെ ഇത് ലൈറ്റായിട്ട്, ഒത്തിരി ബലമൊന്നും പിടിക്കേണ്ട, ലൈറ്റായിട്ട് എല്ലായിടവും പറ്റുന്ന രീതിയിൽ ഇത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ചിലരൊക്കെ പുളിയൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെയൊക്കെ കഴിയുന്ന കാണാം. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി ഒത്തിരി ഈസിയാണ് കേട്ടോ. നമ്മൾ ഒരു ബലം പിടിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ പെട്ടെന്നൊരു ഫംഗ്ഷൻ, വീട്ടിലോ ചർച്ചിലോ അമ്പലത്തിലോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു, നമ്മുടെ നിലവിളക്കുകളൊക്കെ വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു എളുപ്പ പണിയാണ്. എന്നാൽ മാസങ്ങളോളം ആ പുതുമ അതുപോലെ നിലനിൽക്കുകയും ചെയ്യും. ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചു വെക്കുവാണെങ്കിൽ നമ്മുടെ നിലവിളക്കുകൾ എന്നും പുത്തനായിട്ടിരിക്കും. അങ്ങനെ ഞാൻ ഇത് മുഴുവനായിട്ടും ജസ്റ്റ് ഈ ബ്രാസം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ മുഴുവനും പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതായത് അതിലൊന്ന് പിടിക്കണം, ഒന്ന് ഡ്രൈ ആവണം നമ്മൾ പുരട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതിനെ എടുത്ത് വേറൊരു തുണി യൂസ് ചെയ്തോ അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റോ ന്യൂസ് പേപ്പർ ആയാലും മതി, കുഴപ്പമില്ല. കുറച്ചുകൂടെ ഒന്ന് ബലം പിടിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് തൂത്തെടുത്താൽ മതി. നമ്മുടെ അതിൻ്റെ അഴുക്ക് പോലത്തതും ആ ഒരു നിറവ്യത്യാസം അതൊക്കെ മാറി പുത്തനായിട്ട് കിട്ടുവേ. ഇത് ഞങ്ങളുടെ പള്ളിയിലുള്ള മെഴുകുതിരി സ്റ്റാൻഡാണ്. ഞങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇത് ക്ലീൻ ചെയ്യാറുള്ളത്. അതായത് ക്രിസ്മസിന് മുമ്പായിട്ട്, ഈസ്റ്ററിന് മുമ്പായിട്ടുമാണ് ഞങ്ങൾ സാധാരണ ക്ലീൻ ചെയ്യാറുള്ളത്. ഇത് ഈവൻ എൻ്റെ കുഞ്ഞു പോലും ക്ലീൻ ചെയ്യും. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കൊച്ചു കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഇത്. ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കാരണം നമ്മൾ തുടച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ തുടയ്ക്കുന്ന ആ തുണിയിൽ അതിൻ്റെ കറ അല്ലെങ്കിൽ അഴുക്ക് ഒരു ബ്ലാക്ക് കളറിൽ ആയിത്തീരും. അപ്പോഴത്തേക്ക് നമ്മുടെ നിലവിളക്ക് നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും, നല്ല വെട്ടിത്തിളങ്ങുവേ. ഇത് തുടച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ ഉണ്ടല്ലോ, കൈയും കൂടെ കരി പോലെയാവും. നമ്മൾ കരിയിൽ എങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത് ഇതുപോലെ ആയി പോവും. അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തും ഇങ്ങനെ ബ്ലാക്ക് കളറിലാവും. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കൈ ഒന്ന് സോപ്പിട്ട് കഴുകിയാൽ മതി. ഇതിന് വലിയ റിസ്ക് ഒന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് അഴുക്കൊക്കെ പോകുന്നതാണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ നിലവിളക്കും മെഴുകുതിരി സ്റ്റാൻഡുകളും എല്ലാം നമുക്കൊന്ന് പുത്തനാക്കി എടുത്താലോ? നമ്മൾ വൃത്തിയാക്കി എടുത്തതിനും മറ്റതിനും ഉള്ള വ്യത്യാസം കണ്ടോ? എന്തോരം വ്യത്യാസമാണ്. ഇപ്പുറത്തെ കയ്യിലിരിക്കുന്നത് പുത്തൻ പോലെയുണ്ട്, നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിലിരിക്കുന്നത് ഒരുമാതിരി മഞ്ഞ പോലെ, ഇങ്ങനെ ഒരു പഴകിയ ഒരു ലുക്കാണ്. അങ്ങനെ ഇത് മുഴുവനും ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്നതുണ്ടല്ലോ, ഇത് നമ്മൾ ജസ്റ്റ് മറ്റതുപോലെ നമുക്ക് ഇത് വൃത്തിയാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പല പാർട്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളത് പാർട്സ് ഊരി എടുത്തിട്ട് വൃത്തിയാക്കിയാൽ മാത്രമേ അത് നന്നായിട്ട് പുത്തനായിട്ട് നമുക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. ഇത് മുഴുവനോടെ വെച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് അഴിച്ചെടുത്തിട്ട് വൃത്തിയാക്കി എടുക്കാവേ. അങ്ങനെ ഞാൻ ഇത് ഓരോന്നിൻ്റെയും പാർട്സൊക്കെ അഴിച്ച് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഒന്ന് തുടച്ച് ഒരു 5-10 മിനിറ്റ് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ട് വീണ്ടും അതിനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാവേ. ബ്രാസമൊക്കെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് തുടച്ച് നോക്കിയാലോ? പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഒരു 2 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് തൂത്തെടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അത് കണ്ടോ, ഇപ്പോൾ എന്തോരം നന്നായിട്ടാണ് തിളങ്ങുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം പുത്തനാക്കി എടുക്കാവേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വ്യത്യാസം കാണിച്ചു തരാം. ഇത് വൃത്തിയാക്കി എടുത്തതായിപ്പം ഇത് വൃത്തിയാക്കാത്തത്, നമ്മൾ ബ്രാസം തേച്ച് വെച്ചേക്കുന്നത്, രണ്ടിൻ്റെ തമ്മിൽ വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 50-60 രൂപ കൊടുത്താൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ അതായത് ഇതുപോലത്തെ നിലവിളക്കുകൾ, മെഴുകുതിരി സ്റ്റാൻഡ്, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് പുത്തനാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ, അത് വർഷം മുഴുവനും പുത്തനായിട്ട് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ എന്ത് നല്ലതാ അല്ലേ?
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.